ഞാൻ മണിച്ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അങ്ങനെ ചെയ്ത് മറ്റുള്ളവർക്കൊരു വേദനയാവുമെങ്കിൽ ഞാനായിട്ട് എന്തിനാണ് അതിനൊരു വേദന എടുക്കുന്നത് എന്ന് വെച്ചിട്ടാണ് അതിൽ നിന്ന് മാറിയുന്നത്. പിന്നീട് സാറ് പറയുന്നത് കേട്ടപ്പോൾ തന്നെയാണ് എം ജി സാറ് ഒരു ചാനൽ ഷോയിൽ നമ്മൾ എത്രയൊക്കെ തന്നെ വന്നാലും നമ്മുടെ ശബ്ദത്തിൽ പാടാൻ ശ്രമിക്കുക, നമ്മുടെ ശബ്ദത്തിൽ പാടണം. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞാലും ഐഡൻറ്റിറ്റി കിട്ടുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരിത് കിട്ടും. ഒരുപാട് ചിലപ്പോൾ വൈകുമായിരിക്കും. അതൊരു ഇൻസ്പിറേഷനാണ് എനിക്ക്. പക്ഷേ ഞാൻ മണിച്ചേട്ടൻ്റെ വോയിസ് പാടുമ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ സ്റ്റൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് അല്ല. പിന്നെ ഞാൻ ഓൾറെഡി ചാലക്കുടിക്കാരനായതുകൊണ്ടും ജനിച്ചു വളർന്ന അവിടെ ആയതുകൊണ്ടും ആ ഒരു ഭാഷ എൻ്റെ ബോഡി ലാംഗ്വേജിൽ ഇൻബോൺ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയൊരു ശൈലി ഞാനിപ്പോൾ പഠിക്കാൻ തരാം. എം ജി സാറിൻ്റെ പാട്ട് തന്നെ മണിച്ചേട്ടൻ പാടിയാൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് ഒരു പരീക്ഷണം മാത്രമാണ്, എൻ്റെ ഒരു ഊഹം. ഓരിലെ താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തൊടുനെറ്റി പൂവിലൊരുമ്മ തരാം. മണിച്ചേട്ടൻ പാടി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പം അതായത് ശബ്ദമല്ല പറയുന്ന സ്റ്റൈല്. ഓരിലെ താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തൊടുനെറ്റി പൂവിലൊരുമ്മ വയ്ക്കാം. അങ്ങനെ സാധനം വരും. അതാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് തനതായ ഒരു ശൈലിയുണ്ട്. പാടുന്ന അതിന്റെ സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീലാണ്. അത് ജന്മനാലുള്ള ഒരു സംഭവമാണ്. നന്നായിരുന്നു കേട്ടോ. ശ്രീജിത്തിന് ഇതിനിടയിൽ ഒരു അപകടം സംഭവിച്ചു അല്ലേ? കയ്യുടെ സ്വാധീനം എന്തായിരുന്നു അതിന്റെ ഒരു? 2009 ഒരു അപകടം. ചാലക്കുടിയിൽ നിന്ന് ഞാൻ അമ്മയും ബൈക്കിൽ പോകുമ്പോൾ ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിക്കുകയും ലോറിക്കടിയിൽ ഞാൻ പെടുകയും അതിൽ നിന്ന് വലിച്ചെടുക്കുകയും ഉള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ ഈ വലത് കൈയുടെ ഒരുപാട് മാംസം നഷ്ടപ്പെട്ടു പോയി പ്ലാസ്റ്റിക് സർജറിയിലൂടെ. ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് ഇപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല, ഇപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലുള്ളൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂൾ ടൈമിലൊക്കെ ചിത്രം വരയ്ക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു അപകടത്തിന് പിന്നെ എനിക്ക് ഈ കൈ കൊണ്ട് വേറെ ഒന്നും ഇത് മടക്കാനൊന്നും പറ്റില്ല, ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ ചിത്രം വര എന്നുള്ളൊരു കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് എന്നോട് ചോദിച്ചു, നിനക്ക് പിന്നെ വരയ്ക്കാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം നമ്മുടെ മക്കസായുടെ പ്രോഗ്രാമിൽ ഞാൻ ലൈവായിട്ട് സ്റ്റേജിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. സാൻഡ് ആർട്ട് എന്ന് പറയും, ഗമ്മ് കൊണ്ട് വരച്ചിട്ട് സാൻഡ് എറിയുന്ന ഒരു സംഭവം. അതും തിരിച്ച് എടുക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ആ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് പറ്റിയില്ലെങ്കിലും ഇതുപോലെ തന്നെ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വലിയൊരു, അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ വരയ്ക്കാനുള്ളൊരു കഴിവെന്ന് പറയണത് നമ്മുടെ ഇവിടെ അല്ല, മൈൻഡാണ്. ഇത് ഒരു ടൂള് മാത്രമാണ്. ജസ്റ്റ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നതുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു ഐറ്റം നമ്മൾ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അത് പറ്റിയതോടുകൂടി ഞാൻ ഈ വിഷമങ്ങ് മറക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം അതിന് ദൈവം വീണ്ടും എനിക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ദൈവം എന്നൊരു ശക്തി, അതായത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. അത് ഞാൻ നന്ദി പറയണത്, അത് വരയ്ക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങി. ഇത്തിരി ടൈം എടുത്തിട്ട് ചെയ്യും, 2-3 ദിവസം എടുത്തിട്ടൊരു ലാലേട്ടനെ അവരെയൊക്കെ വരയ്ക്കും. അപ്പോൾ ഈ അടുത്ത് അത് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും ധൈര്യമില്ല. സ്റ്റേജ് ലൈവല്ല, ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരച്ചിട്ട് തെറ്റിപ്പോയാൽ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഗുരുവായൂർ ഒരു പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, പ്രതിജ്ഞൻ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് മിമിക്രി ആർട്ടിസ്റ്റാണ്, മണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം എന്നെ വിളിക്കുകയാണ് പോകുന്ന വഴിക്ക്, ശ്രീത്തെ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഇന്നത്തെ പ്രോഗ്രാമിൽ നിൻ്റെ സ്പോട്ട് ഡബ്ബിങ് മാത്രം പോരാ, നീ ലൈവ് വരയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലൈവ് ആരെ വരയ്ക്കണം? ഇവിടുത്തെ പള്ളിയിലെ വികാരി അച്ഛനെ വരയ്ക്കണം. ഞാൻ പറഞ്ഞു, എന്താ ഈ പറയണേ? അത് വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ സാൻഡ് ആർട്ട് എന്നൊരു ഐറ്റം ചെയ്യാൻ വരാനൊരാൾ അയാൾക്ക് പനി പിടിച്ചു പോയി. അപ്പോൾ ഈ പ്രോഗ്രാം എഗ്രിമെന്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ വരച്ചിരിക്കും സ്റ്റേജിൽ ലൈവായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ടിട്ട് പോലുമില്ല, ഞാൻ മണിച്ചേട്ടനൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം, അങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ വരയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് വരച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പ്രശ്നമാകും എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ്. അങ്ങനെ ഞാനൊരു 6:30 അവിടെ ചെന്നു. 6:30 അവിടെ ചെന്ന് 7:30ക്കാണ് പരിപാടി.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ മേടിക്കുകയും ഞാനൊന്ന് ഒരു പള്ളി സ്കൂൾ പോലത്തെ സ്കൂൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പതുക്കെ സ്കെച്ച് ഇട്ടിട്ട് ഞാൻ വരച്ചില്ലെങ്കിൽ വരച്ചേ പറ്റൂ. അങ്ങനെ ഒരു നിർബന്ധിതമായതുകൊണ്ട് ഞാൻ അവിടെ ലൈവായിട്ട് അദ്ദേഹത്തിനെ വരയ്ക്കുകയും ജനം കൈയടിച്ചു ഞാൻ സാൻഡ് എറിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് അങ്ങനെ നമ്മൾ സംഭവിച്ചു പോയതാണ്. പിന്നീട് അങ്ങോട്ട് ഞങ്ങളിപ്പോൾ അടുപ്പിച്ച് ഈ ഓണത്തിൻ്റെ എല്ലാ ഷോസിനും മണിച്ചേട്ടനെ ആയാലും അങ്ങനെ അവർ പറയുന്ന ആൾക്കാരെ വരച്ച് കയ്യടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹം, അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഇങ്ങനൊരു ആക്സിഡന്റ് നടന്നിട്ടും ദൈവം ഇങ്ങനൊരു കഴിവ് തന്നില്ലേ അല്ലേ? അതിന് നമുക്ക് നന്ദി പറയാം. അതിൻ്റെ ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായ ഇപ്പോഴത്തെ സിനിമാ താരമാണ്, റൈറ്ററാണ്, ഡയറക്ടറാണ്, നായകനാണ് ബിബിൻ ജോർജ്. എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിനെ കണ്ടാൽ, അദ്ദേഹത്തിനെ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് ഇതൊക്കെ പറ്റും എന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ വെടിക്കെട്ടിൽ എനിക്കൊരു വേഷം തന്നു. അതിലിപ്പോൾ സോങ് ഇറങ്ങിയിട്ടുണ്ട്, ആടണ കണ്ടാലെന്ന് പറഞ്ഞിട്ട്. ആ സോങ്ങിലും ഞാൻ അതിലോട്ട് വരികയാണ്. കാരണം ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു ഇദ്ദേഹം, സിനിമയിൽ അഭിനയിച്ചു. നിങ്ങൾ രണ്ടുപേരും എന്താണ് സിനിമ നടന്മാരാണ്. ആദ്യമേ അറിഞ്ഞില്ല. നമ്മള് എന്താണ് പറഞ്ഞേ, നെടുപടി വേണിച്ചേട്ടൻ പറയുന്ന പോലെ അറിഞ്ഞില്ല കേട്ടോ, സോറി. എത്ര സിനിമയില്? ഞാൻ ഒരു പടത്തിലൊരു വേഷം ചെയ്തു. ഞാൻ 2 പടം, കൊസ്രാക്കൊള്ളികൾ എന്നൊരു പടത്തിൽ ത്രൂ ഔട്ട് 4 പേരിൽ ഹീറോസിൽ ഒരാളായിട്ട് അഭിനയിച്ചു. പിന്നെ അതൊരു 4-5 വർഷം മുമ്പ്. ഇപ്പൊ വെടിക്കെട്ട് ഇപ്പൊ റിലീസ് ഒക്ടോബർ 28 കിടക്കല്ലേ സമയം, ഇനി അങ്ങോട്ട് ഒരുപാടുണ്ടല്ലോ. കാര്യം എന്റെ ഒരു പരിമിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എനിക്ക് അല്ല അത് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അതെ. സോ നമുക്ക് ഇനി ഒരു കരോക്കെ ആയാലോ? കരോക്കെ ആവാം. ശരി. മണിച്ചിത്രത്താഴില് അല്ലിക്ക് ആഭരണങ്ങൾ എടുക്കാൻ പോകുന്ന കാര്യം അറിയാത്തവരായിട്ട് മലയാളികൾ ആരും ആരുമില്ല. അവിടെ പോകരുത് എന്ന് പറഞ്ഞ് തടയുന്നത് നകുലന്റെ ക്യാരക്ടറാണ് അതിൽ തടയുന്നത്. ഇവിടെ പിണറായി വിജയൻ സാറാണ്. അറിയാലോ. അപ്പൊ എന്റെ ഭാവനയിൽ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. ഓക്കെ. ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാനൊരുങ്ങുകയാണ്. ഗംഗയോട് പോകരുത് എന്ന് പറയണം. ഞങ്ങള് ഇതുവരെ അങ്ങനത്തിലുള്ള പ്രസ്താവനകളൊന്നും തന്നെ ഇറക്കിയിട്ടില്ല. എങ്ങനെയാണ് പറയേണ്ടത്? ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറയണം പോകരുതെന്ന്. ശരി. ഗംഗ ഈ ലോക്ക്ഡൌൺ സമയത്ത് എങ്ങോട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്? അതുകൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. അല്ലിക്ക് കല്യാണാഭരണങ്ങൾ എടുക്കാൻ എന്തിനാണ് ഗംഗ പോകുന്നത്? അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? ഗംഗ അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നതായിട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആകെ നടത്തിയ പരിശോധനയിൽ 25,335 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിടപാട്ടെ. മനസ്സിലായോ? ദുർഗാഷ്ടമി അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരം ഡയലോഗ് കേട്ട് പേടിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് അതിനൊന്നും യാതൊരുവിധ ആശങ്കയില്ല. കണക്ക് പുറത്ത് ഇത് സമ്മതിച്ചു തന്നിരിക്കുന്ന. വെരി ഗുഡ്, വെരി ഗുഡ്.